2025 ബഹിരാകാശ രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ നടക്കാൻ പോകുന്ന ഒരു വർഷമാണ്. ഗ്രഹാന്തര സ്വപ്നങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് മുതൽ ചൊവ്വയുടെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നത് വരെയും പ്രപഞ്ചത്തിൻ്റെ പല കോണുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്ന വലിയ വലിയ മിഷനുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിലോരോന്നായിട്ട് പോകാം. ആദ്യത്തേത് സ്പേസ് എക്സിൻ്റെ പ്രൊപ്പലൻ്റ് ട്രാൻസ്ഫർ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. സ്പേസ് എക്സിൻ്റെ റോക്കറ്റിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നു. ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലിയ റോക്കറ്റായിട്ടുള്ള സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് സുരക്ഷിതമായി 2 ഭാഗങ്ങളായി പിരിഞ്ഞ് തിരിച്ച് ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്നതുവരെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ നിന്ന് എടുത്തതുപോലെയുള്ള ഒരു ദൗത്യവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. 2025 മാർച്ചിൽ ലോ എർത്ത് ഓർബിറ്റിൽ, അതായത് ഭൂമിയിൽ നിന്നൊരു 400-600 കിലോമീറ്ററൊക്കെ വരുന്ന റേഞ്ചിന് മുകളിൽ 2 സ്റ്റാർഷിപ്പ് റോക്കറ്റുകൾ പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് അവയിൽ നിന്ന് ഒന്നിൻ്റെ ക്രയോജനിക് പ്രൊപ്പലൻ്റ് ആയിട്ടുള്ള ദ്രാവക ഓക്സിജനും പിന്നെ മീഥൈനും കൈമാറാൻ ശ്രമിക്കുകയാണ്. ഈ നീക്കം സാങ്കേതിക മേഖലയ്ക്ക് മാത്രമുള്ളതല്ല. ഭൂമിയിൽ നിന്ന് ആവശ്യമായ എല്ലാ വസ്തുക്കളെയും ഇന്ധനങ്ങളെയും കൊണ്ടുപോയതിനു ശേഷം മനുഷ്യനെ കൂടി ബഹിരാകാശത്തേക്ക് എത്തിച്ചിട്ട് പരമാവധി ദൂരം യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ഭാവിയിലേക്കുള്ള വാതിൽ കൂടി തുറക്കലാണ്. എന്തുകൊണ്ടാണ് ഇത് വലിയ മുന്നേറ്റമാകുന്നത്? ക്രയോജനിക് പ്രൊപ്പലൻ്റുകൾ എന്ന് പറയുമ്പോൾ വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷിക്കുന്ന ദ്രാവകങ്ങളാണ്. അവയെ വളരെ കൃത്യമായിട്ടുള്ള കണ്ടെയ്നറുകളുടെ സഹായത്തോടു കൂടി മാത്രമേ ഭൂമിയിൽ തന്നെ ലോഞ്ചിങ്ങിന് മുമ്പ് റോക്കറ്റിനകത്തേക്ക് തന്നെ നിറയ്ക്കാൻ കഴിയൂ. ചെറിയൊരു ലീക്ക് വന്നാൽ പോലും നമുക്ക് ലോഞ്ച് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. കാര്യം അത്ര വലിയ എക്സ്പ്ലോസീവാണ്. ആ പ്രത്യേക താപനില തന്നെ കീപ്പ് ചെയ്യുകയും വേണം. ബഹിരാകാശത്തിലെ കഠിനമായ ശൂന്യതയിലോ ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റിലോ അവ ഒരു റോക്കറ്റിൽ നിന്ന് മറ്റൊരു റോക്കറ്റിലേക്ക് കൈമാറുക എന്ന് പറയുന്നത് സത്യത്തിൽ ഇതുവരെയും അങ്ങനെ ആരും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് യുദ്ധവിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നത് പോലെയല്ല. കാരണം ബാഷ്പീകരണം, ചോർച്ച, പ്രഷർ ഡിഫറൻസ്, ഘടനാപരമായിട്ടുള്ള കേടുപാടുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ അകത്ത് വരുന്നുണ്ട്. എങ്കിലും ഈ വെല്ലുവിളികളൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യമാക്കാനായിട്ട് സ്പേസ് എക്സ് ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ അതൊരു ശ്രമം മാത്രമായിരിക്കാം, ചിലപ്പോൾ സക്സസ് ആയിരിക്കാം. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ വേണ്ടി വരും. എങ്കിലും ഇന്നത്തെ കാലത്ത് അത്രയും വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. സ്പേസ് എക്സിൻ്റെ ചുമരിലേറി ഇലോൺ മസ്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഗ്രഹാന്തര യാത്ര എന്ന സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ബഹിരാകാശത്ത് ഇന്ധനം നിറയ്ക്കുകയും ഒരു സാധാരണ പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി ഇന്ധനം നിറയ്ക്കുന്നത് പോലെ പോവുകയും വരികയും ചെയ്യുന്ന വാഹനങ്ങൾക്ക് റീഫിൽ ചെയ്യാനും കഴിയുന്ന രീതിയിലേക്ക് ബഹിരാകാശം മാറിക്കഴിഞ്ഞാൽ സുസ്ഥിരമായ ചാന്ദ്ര ദൗത്യ താവളങ്ങളും ചൊവ്വയിലേക്കുള്ള ദൗത്യങ്ങളും മറ്റു ഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾക്കും ഒക്കെ തന്നെ ഇത് വഴിയൊരുക്കും. ഇതിലൂടെ ബഹിരാകാശ ദൗത്യങ്ങളുടെ ചിലവ് ഗണ്യമായി കുറയ്ക്കാനും കൂടുതൽ എളുപ്പമാക്കാനും സാധിക്കും. സ്പേസ് എക്സിൻ്റെ ഈ ഒരു പരീക്ഷണം നല്ല രീതിയിൽ വിജയിക്കുകയാണെങ്കിൽ വരുന്ന ഭാവിയിൽ പലതരത്തിലുള്ള പങ്കാളിത്തങ്ങളും നാസ ഉൾപ്പെടെയുള്ള കമ്പനികൾ, ബഹിരാകാശ ഏജൻസികൾ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്ത് മനുഷ്യനിറക്കി സ്ഥിരം ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു മുതൽക്കൂട്ടാകും എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ 2025 സ്പേസ് എക്സ് ബഹിരാകാശത്ത് മനുഷ്യൻ്റെ നേട്ടങ്ങളെ പുനർനിർവചിച്ച വർഷമായി ഓർമ്മിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തത് നിസാർ എന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. സ്പേസ് എക്സ് ഗ്രഹാന്തര സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നാസയും ISROയും ഭൂമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് കൈകോർക്കുന്നത്. അവരുടെ സംയുക്ത ദൗത്യമായിട്ടുള്ള നിസാർ ഉപഗ്രഹം 2025 മാർച്ച് മാസത്തിൽ വിക്ഷേപിക്കും. എന്താണ് നിസാറിൻ്റെ ഇത്ര സവിശേഷമാക്കുന്നത്? ഇതിൽ 2 ഫ്രീക്വൻസി റഡാർ സംവിധാനങ്ങളുണ്ട്. അത് ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങളെ ഏകദേശം ഇഞ്ച് കണക്കിനോ സെൻറ്റിമീറ്റർ കണക്കിനോ കൃത്യതയോടുകൂടി നിരീക്ഷിക്കാൻ കഴിയുന്നതാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഉരുകുന്ന ഹിമാനികൾ, ഉയരുന്ന സമുദ്രനിരപ്പ്, വനനശീകരണം, നഗരവൽക്കരണം, കാട്ടുതീയുണ്ടായാൽ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഈ ഒരു ഉപഗ്രഹം കൊണ്ട് സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വെല്ലുവിളികൾ വളരെയധികം നമ്മൾ നേരിടുന്ന ഈ ലോകത്ത് ഇത്തരം വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് നിസാറിന് ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം ട്രാക്ക് ചെയ്യാൻ കഴിയും. ഇത് ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകാനും ദുരന്തങ്ങൾക്ക് മുന്നോടിയായി തയ്യാറെടുത്ത് പരമാവധി മനുഷ്യജീവനുകളെ രക്ഷിക്കാനും സഹായിക്കും. മാത്രമല്ല, ഓരോ 12 ദിവസത്തിലും നിസാറിന് ഭൂമിയുടെ ഒരു പർട്ടിക്കുലർ പ്രദേശത്തിൻ്റെ വിശദമായ മാപ്പുകൾ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇടവേളയ്ക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാനും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കഴിയും. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ്റുകൾക്കും ശാസ്ത്രജ്ഞർക്കും വ്യവസായികൾക്കും ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിസാറിൻ്റെ സവിശേഷമായ ഒരു വലിയ ആൻറ്റിനയാണ് ഏറ്റവും രസകരമായ രീതിയിൽ ഈ പേടകത്തെ എടുത്തു കാണിക്കുന്നത്. അതിൻ്റെ പല ഭാഗങ്ങളും സത്യത്തിൽ ISROയും നാസയും ഒക്കെ തന്നെ കൈമാറ്റം ചെയ്തു കഴിഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ നാസയ്ക്കുള്ള വൈദഗ്ധ്യവും ISROയുടെ കൃത്യമായിട്ടുള്ള നിർവഹണ
പാഠവും ഈ ഒരു മേഖലയിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നിസാറിൻ്റെ കണ്ടുപിടുത്തങ്ങൾ സഹകരണത്തിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണെന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ കൂടുതൽ സുസ്ഥിരമായ ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കാനും മനുഷ്യരാശിയുടെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും സാധിക്കും. അടുത്തത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ ISROയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. എന്നാൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഒരു ഇന്ത്യക്കാരനും പോയിട്ടില്ല. അമേരിക്കൻ സ്വകാര്യ കമ്പനിയായിട്ടുള്ള ആക്സിയം ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരനെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് 2025 ഏപ്രിൽ മാസത്തിൽ എത്തിക്കാൻ പോകുന്നു. ശുഭാംശു ശുക്ല എന്നറിയപ്പെടുന്ന വ്യക്തി ആക്സിയം മിഷൻ 4ൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായി ചരിത്രം സൃഷ്ടിക്കും. ഈ സംഭവം ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഒരു വലിയ നാഴികക്കല്ലാണ്. കൂടാതെ ബഹിരാകാശ പര്യവേഷണ രംഗത്ത് ആഗോളമായി വളർന്നു വരുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഇന്ത്യക്ക് കൂടുതൽ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സ്വന്തമായി ഇന്ത്യക്കാരൻ്റെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഗഗനിയൻ മിഷനെ കൂടുതൽ ആക്റ്റീവാക്കാനും സാധിക്കും. ആക്സിയം എന്ന് പറയുന്നത് സ്പേസ് ലോ എർത്ത് ഓർബിറ്റിനെ വാണിജ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ്. ശുക്ലയെ പോലുള്ള ബഹിരാകാശ യാത്രികരെ ഇൻ്റർനാഷണൽ ദൗത്യങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതോടുകൂടി അവർ അന്താരാഷ്ട്ര സഹകരണം വളർത്തുകയും നവീനമായിട്ടുള്ള ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യം വളരെ അഭിമാനകരമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട മുതൽ ഇന്ന് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ സ്പെയ്ഡെക്സ് വരെയുള്ള കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ പുരോഗതി വലുതാണ്. അപ്പോൾ ഈ മിഷനും ഇന്ത്യയുടെ ആ ഒരു ദൗത്യത്തെ കൂടി പ്രതിനിധീകരിക്കുന്നുണ്ട്. ശുക്ല മാനവരാശിക്ക് ഉപകാരപ്രദമായ പരീക്ഷണങ്ങൾ നടത്താനാണ് പോകുന്നത്. പുതിയ വസ്തുക്കൾ പരീക്ഷിക്കുന്നത് മുതൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ മൈക്രോഗ്രാവിറ്റി ചെലുത്തുന്ന പ്രഭാവം പഠിക്കുന്നത് വരെ ഇതിൽ ഉൾപ്പെടും. ഈ കണ്ടെത്തലുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. സാധ്യമായ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കൃത്യമായ രീതിയിൽ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഈ ഒരു മിഷനിലൂടെ കാണിച്ചു തരുന്നത്. അടുത്ത മിഷൻ എന്ന് പറയുന്നത് എസ്കേപ്പേഡ് എന്ന് പറയുന്ന 2 ചൊവ്വൻ ഉപഗ്രഹങ്ങളാണ്. ചൊവ്വയിൽ നാസയുടെ എസ്കേപ്പേഡ് ദൗത്യം ബ്ലൂ, ഗോൾഡ് എന്നീ പേരിട്ടിരിക്കുന്ന 2 വ്യത്യസ്തങ്ങളായ ചെറിയ ഉപഗ്രഹങ്ങളെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ചൊവ്വയ്ക്ക് എങ്ങനെയാണ് അതിൻ്റെ കട്ടിയുള്ള അന്തരീക്ഷം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്താനും ഇന്നത്തെ രീതിയിൽ അത് വരണ്ട ഒരു ഗ്രഹമായി എങ്ങനെ മാറി എന്ന് കണ്ടെത്താനുമാണ് നാസ ശ്രമിക്കുന്നത്. ചൊവ്വയിൽ വീശിയടിക്കുന്ന സൗരക്കാറ്റും ചൊവ്വയുടെ കാന്തിക ക്ഷേത്രവും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഈ ഉപഗ്രഹങ്ങൾ ട്രാക്ക് ചെയ്യും. മാത്രമല്ല, ഈ പ്രതിഭാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഗ്രഹാന്തര മേഖലയിലും ചൊവ്വയെ പോലെയുള്ള ഗ്രഹങ്ങളെ പഠിക്കുന്ന മേഖലയിലും വലിയ തോതിലുള്ള പല രഹസ്യങ്ങളുടെയും ചുരുളഴിയിക്കും എന്ന് മാത്രമല്ല, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ ദ്രാവക രൂപത്തിലുള്ള ജലം നിലനിർത്താൻ കഴിയുന്ന കട്ടിയുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നോ എന്ന ഗവേഷകരുടെ ചോദ്യത്തിന് ഉത്തരം തന്നെ തരുന്നതാണ്. ചൊവ്വയുടെ അന്തരീക്ഷത്തിലടിക്കുന്ന സൗരക്കാറ്റിനെ പഠിക്കുന്നതിലൂടെ ചൊവ്വയുടെ സംരക്ഷണ പാളികൾ ഇല്ലാതാക്കിയ പ്രക്രിയയെക്കുറിച്ച് പഠിക്കാൻ എസ്കേപ്പേഡിന് സാധിക്കും. ഈ അറിവ് ചൊവ്വയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ മാത്രമല്ല, ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളിലെ അന്തരീക്ഷം എങ്ങനെയാണ് ക്രമേണ പരിണമിച്ചു മാറുന്നത് എന്നതിനെക്കുറിച്ചും നമ്മളെ മനസ്സിലാക്കി തരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത മിഷൻ എന്ന് പറയുന്നത് ചൈനയുടേതാണ്. ടിയാൻവെൻ 2. ഛിന്നഗ്രഹത്തിൽ നിന്നും സാമ്പിൾ ചൈന ഈ അടുത്ത് തിരിച്ചു കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചൈന ബഹിരാകാശ പര്യവേഷണത്തിൽ തങ്ങളുടെ വളർച്ച കാണിക്കാൻ വേണ്ടി അടുത്ത ടിയാൻവെൻ 2 എന്ന ദൗത്യം മെയ് മാസത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഈ ദൗത്യം ഭൂമിക്കടുത്തുള്ള ഒരു ഛിന്നഗ്രഹത്തിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കാനും പിന്നീട് ഒരു പ്രധാനപ്പെട്ട ധൂമകേതുവിനെ പഠിക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇതെന്താണ് ഇത്ര പ്രാധാന്യം? ഛിന്നഗ്രഹങ്ങളും ധൂമകേതുക്കളും സൗരയൂഥത്തിൻ്റെ ആദ്യകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെയാണ്. എങ്ങനെയാണ് സോളാർ സിസ്റ്റം രൂപപ്പെട്ടു വന്നതെന്നും വികസിച്ചതെന്നും അവ വെളിപ്പെടുത്തും. ഈ ഖഗോള വസ്തുക്കളെ പഠിക്കുന്നതിലൂടെ ഗ്രഹങ്ങളെയും അവയിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയും കുറിച്ച് ഗവേഷകർക്ക് പഠിക്കാൻ സാധിക്കും. ടിയാൻവെൻ 2 പ്രായോഗികമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുമുണ്ട്. ഛിന്നഗ്രഹങ്ങൾ ഭാവിയിൽ ഭൂമിക്ക് ഭീഷണിയാണ് എന്ന് നമുക്കറിയാം. അവയുടെ ഘടനയും സ്വഭാവവും മനസ്സിലാക്കുന്നത് ഭൂമിക്ക് നേരെ വരുന്ന എന്ത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ അത്യാവശ്യമാണ്. അതിനുമപ്പുറം ഛിന്നഗ്രഹങ്ങളിൽ വിലയേറിയ ലോഹങ്ങളും വെള്ളവും പല വിലയേറിയ മറ്റ് വിഭവങ്ങളും ധാരാളമുണ്ട്. ഒരു നാൾ ബഹിരാകാശ പര്യവേഷണത്തിൻ്റെ മേഖല ഖനനത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് പദാർത്ഥങ്ങളെ കൊണ്ടുവരികയും ചെയ്യാൻ ശ്രമിച്ചാൽ ചൈനയുടെ ഈ ദൗത്യവും ശാസ്ത്രരംഗത്ത് വലിയൊരു നേട്ടം തന്നെയാകും എന്ന് ഉറപ്പിക്കാം. അടുത്തത് ഒരു ദുരന്ത കഥയാണ്. വ്യാഴത്തിലേക്കെത്തി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജൂനോ എന്ന പേടകത്തിൻ്റെ അവസാന യാത്ര സംഭവിക്കാൻ പോകുന്നതും 2025-ലാണ്. 2016 മുതൽ ജൂനോ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ രഹസ്യങ്ങൾ അതിൻ്റെ അതിശക്തമായ കാന്തിക ക്ഷേത്രത്തിനകത്തുകൂടി വളരെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാന്തിക ക്ഷേത്രം മാത്രമല്ല, കട്ടിയുള്ള മേഘാവൃതമായ മറയ്ക്കുള്ളിൽ ഒളിപ്പിച്ച രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനും ജൂനോ നമ്മളെ ഒരുപാട് സഹായിച്ചു. 2025 സെപ്റ്റംബറിൽ ജൂനോ വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിലേക്കൊരു ധീരമായ യാത്ര നടത്തും. അവസാന നിമിഷം വരെ വിവരങ്ങൾ ശേഖരിക്കും. ഇതൊരു വിടവാങ്ങൽ
പിൻവാങ്ങൽ മാത്രമല്ല, ഒരു ഗംഭീരമായിട്ടുള്ള അവസാനമാണ്. പേടകത്തിൻ്റെ അവസാനത്തെ യാത്ര വാതക ഭീമൻ എങ്ങനെ രൂപം കൊള്ളുന്നുവെന്നും വികസിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ചുകൊണ്ട് വ്യാഴത്തിൻ്റെ ഉൾഭാഗത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഏറ്റെടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ജൂനോ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. വലിയ കൊടുങ്കാറ്റുകൾക്കിടയിലേക്ക് ആഴത്തിലേക്ക് പോവുകയും ഗുരുത്വാകർഷണ മണ്ഡലത്തെ മാപ്പ് ചെയ്തതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവസാന നിമിഷം വരെ അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു അധ്യായം അവസാനിക്കുകയും എണ്ണമറ്റ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്യുന്ന ഒരു നിമിഷമാണിത്. ഗ്രഹങ്ങളുടെ ഭൂതകാലം കണ്ടെത്തുന്നത് മുതൽ മനുഷ്യരാശിയുടെ ഭാവി സുരക്ഷിതമാക്കുന്നത് വരെ ഈ ദൗത്യങ്ങളിൽ നക്ഷത്രങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങളെ നിർവചിക്കുന്നു. അപ്പോൾ ജൂനോയെ എന്തിനാണ് വ്യാഴത്തിലേക്ക് ഇടിച്ചിറക്കുന്നത്? വ്യാഴത്തിന് ചുറ്റുമുള്ള പല ഉപഗ്രഹങ്ങളിലും ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ശനിക്ക് ചുറ്റും കറങ്ങിയ കസീനി ഇതുപോലെ ചെയ്തിരുന്നു. അതായത് ഇവരുടെ വിഷകരമായിട്ടുള്ള ഭാഗങ്ങൾ ഏതെങ്കിലും ഉപഗ്രഹങ്ങളിൽ ചെന്ന് ജീവസാധ്യതയുള്ള പ്രദേശങ്ങളെ മലിനമാക്കാതിരിക്കാൻ വേണ്ടിയാണ് വ്യാഴത്തിലും ശനിയിലുമൊക്കെ അവയെക്കുറിച്ച് പഠിക്കുന്ന പേടകങ്ങളെ ഇടിച്ചിറക്കുന്നത്. അവസാന നിമിഷം വരെ കൊണ്ടുപോകാൻ ശ്രമിക്കാറില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2025 ഇതല്ല, ഇതിനും അപ്പുറം മിഷനുകൾ കാത്തിരിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് ഇനിയും ചോദിക്കുകയാണെങ്കിൽ വരുന്ന പല മിഷനുകളെയും നമ്മൾ തപ്പിയെടുത്തതിന് ശേഷം ഇതുപോലെ ഷെയർ ചെയ്യും.